അന്നയാൾ ആ വീട്ടിൽ കയറിയത് പ്രതികാരത്തിന്റെ ആവേശത്തിലായിരുന്നു. ഒരു മനുഷ്യന്റെ ജീവൻ മാത്രമല്ല, സ്വയം അവന്റെ ഉള്ളിലെ മനുഷ്യത്വത്തെയും അറുത്തുകൊന്ന നിമിഷമായിരുന്നു. നടുങ്ങിപ്പോയ കുറെ ആളുകളുടെ മുന്നിലൂടെ അയാൾ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് ശൂന്യതയുടെ ഭാരവുമായാണ്. തന്റേതല്ലാത്ത കാരണങ്ങളാൽ മുറിവേറ്റ് പിടയുന്ന ആളുകൾക്ക് നേരെ അയാൾ നടത്തിയ ഈ അസംബന്ധമായ കലാപം അവനെ ഒരു കൊലയാളിയാക്കി മാറ്റി. സ്നേഹം വഴിമാറിയത് വിനാശകരമായ തമസ്സിനായാണ്. എത്ര നിസ്സാരമായാണ് ഒരാൾക്ക് മറ്റൊരാളുടെ ജീവനെടുക്കാൻ കഴിയുന്നത്. പ്രണയം ഉന്മാദമായി മാറുന്നിടത്ത് വിവേകത്തിന്റെ വെളിച്ചം അണഞ്ഞു പോകുന്നു. തന്റെ പ്രണയപരാജയത്തിന് കാരണം പെൺകുട്ടിയുടെ വീട്ടുകാരാണെന്ന ഉറച്ച വിശ്വാസം അത് പിന്നീട് പ്രതികാരമായി മാറി. അയാൾ നടത്തിയ വേട്ട ഒരു നാടിനെയാകെ നടുക്കിയ മണിക്കൂറുകൾ. തുടങ്ങാം കുറ്റവും ശിക്ഷയും. കൊല്ലം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഉളിയക്കോവിൽ നഗരമെങ്കിലും ചെറിയ റോഡുകളും ഗ്രാമാന്തരീക്ഷവുമുള്ള വിളിപ്പുറം മാതൃകാ നഗർ. അച്ഛനും അമ്മയും 2 മക്കളും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം. അവിടേക്കാണ് മരണത്തിന്റെ ദൂതനായി അയാൾ ഒരു കൊലക്കത്തിയുമായി കടന്നു വന്നത്. മാർച്ച് 17 തിങ്കളാഴ്ച. മാതൃകാ നഗർ, വിളിപ്പുറം, ഉളിയാക്കോവിൽ, കൊല്ലം ജില്ല. സമയം വൈകുന്നേരം 7 മണി. ഉറക്കെയുള്ള നിലവിളികൾ ഉയർന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ വീടുകളിൽ നിന്നും പുറത്തേക്കിറങ്ങി. ആ ശബ്ദം കേട്ടത് അവിടെ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് തന്നെ. അച്ചായന്റെ കരച്ചിലാണ് കേൾക്കുന്നത്. ജോർജ് ഗോമസ് അച്ചായന്റെ ശബ്ദമാണ് കൂട്ടത്തിൽ ഉറക്കെ കേൾക്കുന്നത്. മോനെ എന്ന് വിളിച്ചലറുന്നത് അച്ചായന്റെ ഭാര്യയാണ്. അതിവേഗം ഓടിക്കൂടിയ നാട്ടുകാർ കാണുന്നത് ആ വഴിയുടെ അങ്ങേയറ്റം വീണുകിടക്കുന്ന ഫെബിനെയാണ്. വീട്ടിൽ നിന്നും ഏതാണ്ട് 20-25 അടിയെങ്കിലും മാറിയാണ് ജോർജ് ഗോമസിന്റെ മകൻ ഫെബിൻ വീണുകിടക്കുന്നത്. നിലവിളികൾ കേട്ട് നാട്ടുകാർ പുറത്തേക്കിറങ്ങുമ്പോൾ തന്നെ ഒരാളെ അവർ കണ്ടു. മുഖം കാണാൻ പെട്ടെന്ന് കഴിഞ്ഞില്ല. പക്ഷെ ബുർഖയായിരുന്നു വേഷം. അയാൾ അതിവേഗം ജോർജ് ഗോമസിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി കാർ എടുത്തു പോകുന്നത് നാട്ടുകാരിൽ ചിലർ കണ്ടു. ആ കാർ രക്തപ്പാടുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ശരീരത്തിൽ രക്തവുമായി ഫെബിൻ എന്ന ചെറുപ്പക്കാരൻ ആ റോഡിന്റെ അറ്റത്തെത്തുന്നതും കുഴഞ്ഞു വീഴുന്നതും കൂട്ടത്തിൽ ഒരാൾ കണ്ടിരുന്നു. പിന്നാലെ ജോർജ് ഗോമസ് ഓടിയെത്തി. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. പിന്നാലെ മോനെ എന്ന അലർച്ചയുമായി ഗോമസിന്റെ ഭാര്യയും ഫെബിൻ കിടക്കുന്ന ഭാഗത്തേക്ക് ഓടിയെത്തി. ആ റോഡിലൂടെ ആ സമയത്ത് കടന്നു വന്ന ഒരു ബൈക്ക് യാത്രക്കാരൻ ഇതിനൊക്കെ സാക്ഷിയായിരുന്നു. അയാൾ പെട്ടെന്ന് ഫോൺ കയ്യിലെടുത്തു. തൊട്ടപ്പുറത്ത് തന്നെ പരിചയമുള്ള ഒരു ഓട്ടോയുണ്ട്. ഉണ്ണിമോനാണ് ഓട്ടോ ഡ്രൈവർ. അയാളെ വേഗം വിളിച്ചു. അധികം വൈകാതെ തന്നെ ആ ഓട്ടോ സ്ഥലത്തെത്തി. ഓട്ടോറിക്ഷ ഡ്രൈവർ ഉണ്ണിമോൻ അവിടെ എത്തുമ്പോൾ വീണുകിടക്കുന്ന മകനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന 2 പേരെയാണ് അയാൾ കാണുന്നത്. മകനെ ചേർത്ത് പിടിച്ച് കരഞ്ഞുകൊണ്ട് റോഡരികിൽ ഇരിക്കുന്നത് ജോർജ് ഗോമസും ഭാര്യയുമായിരുന്നു. ആ റോഡരികിൽ ഫെബിൻ അവശ്യ നിലയിൽ കിടക്കുകയായിരുന്നു. ഫെബിന്റെ പിതാവ് ജോർജിനും പരിക്കേറ്റിരുന്നു. കൈക്കാണ് ഗുരുതര പരിക്ക്. സമയം വൈകുന്നേരം 7:20. ഫെബിന്റെ പിതാവ്
ഫെബിനെ ഓട്ടോയിൽ കയറ്റുമ്പോൾ തന്നെ ശരീരം പൂർണ്ണമായും രക്തത്തിൽ കുതിർന്ന നിലയിലായിരുന്നു. ഉണ്ണിമോൻ ഓട്ടോ നേരെ കൊല്ലത്തെ ബെൻസിഗർ ആശുപത്രി ലക്ഷ്യമാക്കി വിട്ടു. അതും ജോർജ് ഗോമസിന്റെ നിർദ്ദേശപ്രകാരം തന്നെ. ബെൻസിഗർ ആശുപത്രിയിലെ ഒരു ഡോക്ടറുടെ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ആളാണ് താനെന്ന് ജോർജ് ഉണ്ണിമോനോട് പറഞ്ഞു. സമയം വൈകുന്നേരം 7:30. ഫെബിനെ ആശുപത്രിയിലെത്തിച്ചു. ഡോക്ടർമാർ പക്ഷേ കൈമലർത്തി. അവർക്കൊരു പ്രതീക്ഷയുമില്ല. അധികം വൈകാതെ തന്നെ അവർ അക്കാര്യം ഉറപ്പിച്ചു പറഞ്ഞു. മാരകമായ പരിക്കുകൾ കാരണം രക്തം അമിതമായ അളവിൽ ശരീരത്തിൽ നിന്നും ചോർന്നു പോയതിനാൽ ഫെബിന്റെ ജീവൻ രക്ഷിക്കാൻ തങ്ങൾക്ക് സാധിക്കുന്നില്ല. ഫെബിൻ മരിച്ചിരിക്കുന്നു. ബുർഖ ധരിച്ച് ആ വീട്ടിലേക്ക് കടന്നുകയറിയ ഒരു അക്രമി ആ ചെറുപ്പക്കാരന്റെ ജീവനെടുത്തിരിക്കുന്നു. ഫെബിൻ ജോർജ് ഗോമസ്, വയസ്സ് 21, 2ാം വർഷ BCA വിദ്യാർത്ഥി, കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജ്. വിലാസം ഹൗസ് നമ്പർ 162, ഫ്ലോറിഡയിൽ, മാതൃകാ നഗർ, വിളപ്പുറം, ഉളിയാക്കോവിൽ, കൊല്ലം ജില്ല. ആശുപത്രിയിൽ എത്തുമ്പോൾ തന്നെ ഡോക്ടേഴ്സ് അത് മനസ്സിലാക്കിയിരുന്നു. ജീവന്റെ നേരിയ തുടിപ്പുകളുണ്ടെങ്കിലും രക്തം ധാരാളം വാർന്നുപോയിരുന്നു. മാത്രമല്ല, മുറിവുകൾ അത്രത്തോളം ആഴത്തിലുള്ളതായിരുന്നു. ഫെബിന്റെ കഴുത്തിലും കൈക്കും വാരിയെല്ലിനും നെഞ്ചിലും കുത്തേറ്റു. അധികം വൈകാതെ തന്നെ പോലീസ് എത്തി. ഫെബിന്റെ മൃതദേഹം പോലീസ് നടപടികൾക്കായി കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ദേഹപരിശോധനയും ഇൻക്വസ്റ്റും പൂർത്തിയാക്കി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. മകനു നേരെ വന്ന ആക്രമണം തടയാൻ ശ്രമിച്ചതോടെയാണ് പിതാവിന് കുത്തേറ്റത്. വാരിയെല്ലിനും കൈക്കും ആഴത്തിൽ മുറിവേറ്റു. പിതാവ് ഗോമസിനേറ്റ മുറിവുകൾ ആദ്യം അദ്ദേഹം അത്ര സാരമാക്കിയില്ല. മകനെ ഓട്ടോറിക്ഷയിൽ കയറ്റിയതും ഒപ്പം വന്നതുമൊക്കെ ഗോമസ് തന്നെ. എന്നാൽ അതേ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായതോടെ മുറിവുകൾ ഗുരുതരമാണെന്ന് കണ്ടെത്തി. അത് സങ്കീർണമായ അവസ്ഥയിലേക്കെത്തി. മൈനർ ഇഞ്ചുറീസ് എന്ന് ആശുപത്രിയെ ഉദ്ധരിച്ച പോലീസ് ഓഫീസർമാരും അങ്ങനെ തന്നെ അത് മാധ്യമങ്ങളെ അറിയിച്ചു. എന്നാൽ പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിൽ അദ്ദേഹത്തിന് ആന്തരിക രക്തസ്രാവമുണ്ടെന്ന് കണ്ടെത്തി. ഇന്റേണൽ ബ്ലീഡിംഗിന്റെ കാരണം വാരിയെല്ലിന്റെ ഭാഗത്തേറ്റ കുത്താണ്. ഒടുവിൽ ആരോഗ്യനില മോശമായതോടെ അദ്ദേഹത്തിന് ആ രാത്രി തന്നെ അടിയന്തര ശസ്ത്രക്രിയ നിർദ്ദേശിക്കുകയും ഉടനടി അത് നടത്തുകയും ചെയ്തു. പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കുകയും ഫെബിന്റെ മരണം ഉറപ്പാക്കുകയും ചെയ്യുന്ന അതേസമയം പോലീസിന്റെ മറ്റൊരു ടീമിന്റെ നിരീക്ഷണം ആ ബുർഖാവേഷധാരിയായ അക്രമിയിലേക്കായിരുന്നു. പരിക്കേറ്റ നിലയിലായിരുന്നെങ്കിലും ജോർജ് ഗോമസ് അതിനോടകം തന്നെ പോലീസിനോട് സംസാരിച്ചിരുന്നു. തങ്ങളെ ആക്രമിക്കാൻ വന്നതാര്, എന്തിന്, ആ ദിവസം ആ വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞു. ഫ്ലോറിഡയിൽ, സമയം വൈകുന്നേരം 6:50. ആ കുടുംബം പേരയ്ക്ക മുറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കോളിംഗ് ബെൽ ശബ്ദം കേട്ടപ്പോൾ വാതിൽ തുറക്കാൻ എഴുന്നേറ്റത് ജോർജ് ഗോമസ് തന്നെ.
വാതിൽ തുറക്കുമ്പോൾ മുന്നിൽ മുഖം മറയുന്ന കറുത്ത വേഷവുമായി ഒരാൾ. ഒരു ബുർഖയാണത്. കയ്യിൽ 2 കന്നാസ്. അതിൽ പെട്രോൾ പോലെ എന്തോ ഇന്ധനം നിറച്ചിട്ടുണ്ട്. വാതിൽ തുറന്നതും അയാൾ അകത്തേക്ക് തള്ളിക്കയറി. പെട്ടെന്ന് ഒരു കന്നാസ് നിലത്ത് വെച്ച് മറ്റൊരെണ്ണം അയാൾ തുറന്നു. ആ വീട്ടിലെ മുറിയിലേക്ക് ആ ഇന്ധനം വീശി ഒഴിച്ചു. കുറെ പെട്രോൾ അപ്പോൾ ജോർജ് ഗോമസിന്റെ ദേഹത്തേക്കും തെറിച്ചു. അതൊക്കെ നിമിഷ നേരം കൊണ്ടാണ് സംഭവിച്ചത്. പെട്ടെന്നാണ് ഫെബിൻ ചാടി എഴുന്നേറ്റ് അവിടേക്ക് എത്തിയത്. ബുർഖയുടെ മുഖപടം അയാൾ മാറ്റി. അത് മാറിയപ്പോഴാണ് ആളെ അവർ തിരിച്ചറിഞ്ഞത്. അത് തേജസ് ആയിരുന്നു. ഫെബിന്റെ സഹോദരിയുടെ സഹപാഠിയാണ്. ഫെബിനുമായി നല്ല പരിചയമുള്ള ഒരു സുഹൃത്താണ്. തേജസ് രാജ്, 24 വയസ്സ്, പുത്തൻതുറ, നീണ്ടകര, കൊല്ലം ജില്ല. വീടിന്റെ വാതിൽ ഭാഗത്ത് നിലയുറപ്പിച്ച് ഇന്ധനം അകത്തേക്ക് വീശിയൊഴിക്കുന്ന തേജസ്സിന് നേരെ ആക്രോശിച്ചുകൊണ്ട് തന്നെ ഫെബിനെത്തി. ഫെബിൻ ആ കന്നാസ് ശക്തിയിൽ തട്ടിത്തെറിപ്പിച്ചു. തുറക്കാതെയിരുന്ന മറ്റൊരു കന്നാസ് ഫെബിൻ കാലുകൊണ്ട് തട്ടി പുറത്തേക്കെറിഞ്ഞു. ഇതേ സമയം ജോർജ് ഗോമസ് തേജസ്സിനോട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ ആക്രോശിച്ചു. പക്ഷെ അത് വകവയ്ക്കാതെ അയാൾ അതിവേഗം തന്നെ ഒരു ലൈറ്റർ പോക്കറ്റിൽ നിന്നെടുത്തു. ഭാഗ്യത്തിന് പെട്ടെന്ന് ഫെബിൻ ആഞ്ഞടിച്ചപ്പോൾ ആ ലൈറ്റർ തെറിച്ച് ദൂരേക്ക് ആ വീടിന്റെ മുറിയിൽ തന്നെ വീണു. ഇനി ലൈറ്റർ എടുക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. കൊല്ലണം എന്നുറപ്പിച്ചൊരാൾ ഇറങ്ങിപ്പുറപ്പെട്ടാൽ പിന്നെ അയാൾക്കതിനുള്ള പ്ലാൻ ബി കൂടി ഉണ്ടാകും. കയ്യിൽ കരുതിയ കത്തി തേജസ് പുറത്തെടുത്തത് അങ്ങനെയാണ്. ആഞ്ഞുവീശിയ ആദ്യ കുത്ത് ഫെബിന്റെ കഴുത്തിനും നെഞ്ചിനുമിടയിലായി ഇന്നർ ഷോൾഡർ ഭാഗത്താണ് ഏറ്റത്. ആ കുടുംബമാകെ ആ കുത്തിലും ചോരയും കണ്ട് വിറച്ചുപോയി. നിമിഷ നേരങ്ങൾക്കുള്ളിൽ ആ വീട്ടിൽ നടക്കുന്ന അക്രമങ്ങൾ കണ്ട് നടുങ്ങി ആ മുറിയുടെ ഒരു ഭാഗത്ത് വിറങ്ങലിച്ചു നിൽക്കുകയാണ് ആ വീട്ടിലെ അമ്മ. അയാൾ കത്തി വലിച്ചൂരി വീണ്ടും ആഞ്ഞുകുത്തി. ഇത്തവണ അത് ഏറ്റത് വയറിനാണ്. അത് വാരിയെല്ല് ഭാഗത്തേക്ക് തുളഞ്ഞു. ഫെബിൻ മുന്നോട്ട് ചുരുണ്ടുപോയി. തേജസ് വീണ്ടും കത്തി ഉയർത്തി. മകനെ രക്ഷിക്കണം. അതിനിടയിലേക്ക് ചാടി വീണ ജോർജ് ഗോമസ് ആ കുത്ത് കൈകൊണ്ട് തടഞ്ഞു. ജോർജ് ഗോമസിന്റെ കൈ തുളഞ്ഞാണ് ആ കുത്ത് കടന്നുപോയത്. വീണ്ടും കത്തി ഊരി ഭ്രാന്തമായി അയാൾ കുത്തി. ചരിഞ്ഞു നിൽക്കുന്ന നിലയിൽ ജോർജ് ഗോമസിന്റെ വാരിയെല്ലിലേക്ക് അത് തറഞ്ഞു. കുനിഞ്ഞു നിന്നിരുന്ന ഫെബിന്റെ കൈകളിലേക്കായിരുന്നു ലക്ഷ്യം തെറ്റിപ്പാഞ്ഞ അടുത്ത കുത്തേറ്റത്. ആ വീട്ടിൽ ഇനിയും ആളുകളുണ്ട്. അയാളുടെ ലക്ഷ്യം പൂർത്തിയായിട്ടില്ല. പക്ഷെ തേജസിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയത് ഫെബിന്റെ അടുത്ത നീക്കത്തിലാണ്. രക്ഷിക്കണേ എന്ന് അലറിക്കൊണ്ട് ഫെബിൻ വീടിന് പുറത്തേക്കിറങ്ങി ഓടിയതോടെ ജോർജ് ഗോമസും പുറത്തേക്കിറങ്ങി. പിന്നാലെ അലറി വിളിച്ചുകൊണ്ട് അമ്മയും ഇറങ്ങി ഓടിയതോടെ തേജസ് പതറി. അയാൾ പെട്രോൾ നിറച്ചു വന്ന ടിൻ കനാസുകൾ വേഗം കാറിലേക്ക് എടുത്തു വെച്ചു. അപ്പോഴേക്കും ആ കാറിന്റെ മുന്നിലും വശങ്ങളിലും രക്തം പുരണ്ടിട്ടുണ്ടായിരുന്നു. ഫെബിൻ ഓടിയപ്പോൾ ആ കാറിൽ തട്ടിത്തടഞ്ഞാണ് ഓടിയത്. കാറുമെടുത്ത് അയാൾ പായുമ്പോൾ ജോർജ് ഗോമസ് രക്ഷപ്പെട്ടു എന്നാണ് കരുതിയത്. മകനെ ആശുപത്രിയിൽ എത്തിക്കാൻ അയൽക്കാരുടെ സഹായം തേടി. പക്ഷെ അതിനോടകം അവിടെ എത്തിയ ബൈക്ക് യാത്രക്കാരൻ അതിവേഗം സമചിത്തതയോടെ പ്രവർത്തിച്ചു. ഫെബിൻ വധവും ജോർജ് ഗോമസ് വധശ്രമവും കേസായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെ കൊല്ലം സിറ്റി പോലീസ് വയർലെസ്സുകൾ ശബ്ദിച്ചു. ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്തയായിരുന്നു അത്. സമയം
രാത്രി 9 മണി. ചെമ്മാമുക്ക് കടപ്പാക്കട. ചെമ്മാമുക്ക് റെയിൽവേ ഓവർബ്രിഡ്ജിനടുത്ത് റോഡരികിൽ ഒരു കാറ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. കാറിലാകെ രക്തക്കറ. കണ്ടവർ ആ വിവരം പോലീസ് കൺട്രോൾ റൂമിൽ അറിയിച്ചു. KL 29K 1628 വാഗണാർ കാർ, ഒരു വെളുത്ത നിറത്തിലുള്ള കാർ. പോലീസ് അതിവേഗം സ്ഥലത്തെത്തി. ആ ഭാഗത്തെവിടെയെങ്കിലും അതിന്റെ ഉടമയുണ്ടാകും. പോലീസ് ആ രാത്രി തന്നെ തെരച്ചിൽ തുടങ്ങി. അധികം വൈകിയില്ല. പോലീസിന്റെ ഊഹം തെറ്റിയില്ല. അതൊരു ആത്മഹത്യയാണ്. ആ കാറിലെത്തിയ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യാനാണ് ആ രാത്രി ബ്രിഡ്ജിനടിയിലേക്ക് കാറുമായി എത്തിയത്. രാത്രി 8:30 അതുവഴി കടന്നുപോയ താമ്പരം കൊച്ചുവേളി എക്സ്പ്രസിന് മുന്നിലാണ് ആ യുവാവ് ചാടിയത്. അതിനോടകം തന്നെ കൊല്ലം കൺട്രോൾ റൂം ആകെ അലർട്ടാണ്. നഗരത്തിൽ ഒരു കോമ്പിംഗ് നടക്കുകയായിരുന്നു. കൊല്ലം ഉളിയാക്കോവിലിൽ വീട്ടിൽ കയറി ഫെബിനെ കൊല്ലുകയും പിതാവിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്ത പ്രതിക്കായുള്ള തെരച്ചിൽ. അതേ കാർ നമ്പർ KL 29K 1628, വെള്ള നിറത്തിലുള്ള മാരുതി വാഗണാർ. അയാൾ തന്നെയാണോ ഇത്? ആ കാറിൽ നടത്തിയ പരിശോധനയിൽ 2 കന്നാസുകൾ കണ്ടെത്തി. ഫെബിനെ ആക്രമിക്കാനായി തേജസ് എത്തിയത് പർദ്ദ പോലെ ശരീരമാകെ മറയുന്ന ഒരു വേഷം ധരിച്ചായിരുന്നു. ആത്മഹത്യ ചെയ്ത വ്യക്തിയും ധരിച്ചിരുന്നത് സമാനമായ വസ്ത്രം തന്നെ. പോലീസ് അതുറപ്പിച്ചു. അയാൾ തന്നെ, തേജസ് രാജ്. അയാൾ സ്വയം ജീവനില്ലാതാക്കി. ഒരു രാത്രിയാകെ കൊല്ലം നഗരത്തെ വിറപ്പിച്ച, കേരളത്തെ ഞെട്ടിച്ച വാർത്തയുടെ ആദ്യ ദിനം അങ്ങനെ അർത്ഥവിരാമത്തിലടങ്ങി. ഒരു ചോദ്യം അപ്പോഴും മുഴങ്ങുന്നുണ്ട്. എന്തായിരുന്നു കാരണം? ഒരു നശിച്ച രാത്രി കൊല്ലത്തിന് നൽകിയതെന്തിന്? ഒരുമിച്ചു പഠിച്ചവരാണ് തേജസും ജോർജ് ഗോമസിന്റെ മകളും. ഫെബിന്റെ മൂത്ത സഹോദരി. ക്രിസ്തുരാജ് സ്കൂളിൽ പഠനകാലത്ത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. സ്കൂൾ വിട്ട ശേഷം പക്ഷേ ആ സൗഹൃദം ഇടയ്ക്ക് മുറിഞ്ഞുപോയി. പക്ഷെ കോവിഡ് കാലത്ത് പഴയ സുഹൃത്തുക്കളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആരോ തുടങ്ങി. തേജസ് ആ ഗ്രൂപ്പിൽ ആദ്യം അന്വേഷിച്ചത് ആ പെൺകുട്ടിയായിരുന്നു. 2020 വീണ്ടും ആ ഉറ്റ ചങ്ങാതിമാർ ആ ഗ്രൂപ്പിലൂടെ കണ്ടുമുട്ടി. കുറെ മാസത്തിനു ശേഷം ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി ബാങ്ക് പരീക്ഷാ പരിശീലനത്തിന് ഒരു സ്ഥാപനത്തിൽ ചേർന്നു. പോലീസാകാൻ ആഗ്രഹിച്ച തേജസും ഒട്ടും വൈകാതെ നേരെ അതേ സ്ഥാപനത്തിൽ ചേർന്ന് പഠിക്കാൻ ആരംഭിച്ചു. ആ സ്കൂൾ കാലം ഒരിക്കൽ കൂടി. അപ്പോഴേക്കും തേജസിന് ആ പെൺകുട്ടിയോട് പ്രണയം തോന്നിത്തുടങ്ങിയിരുന്നു. വിവാഹം കഴിക്കണം. അവൾക്കും അതിനെതിർപ്പില്ല. വീട്ടുകാർ ആലോചനയുമായി സമീപിച്ചു. ഏതാണ്ട് വാക്കാൽ പറഞ്ഞുറപ്പിക്കുകയും ചെയ്തു. വിവാഹം പക്ഷേ 2 പേർക്കും ജോലിയായ ശേഷമെന്ന് ധാരണയായി. ബാങ്ക് പരീക്ഷയുടെ ഫലം വന്നപ്പോൾ ആ പെൺകുട്ടിക്ക് സെലക്ഷനായി. തേജസ് തോറ്റു. തേജസ് ജയിക്കുമെന്ന് അയാൾക്കും വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പ്രണയമായിരുന്നു അയാളുടെ ഏക ഫോക്കസ്. വിവാഹം 2 പേർക്കും ജോലിയായ ശേഷമെന്ന് ധാരണയുണ്ട് വീട്ടുകാർ തമ്മിൽ. തേജസ് പിന്നെ പോലീസ് ടെസ്റ്റിൽ ശ്രദ്ധിച്ചത് അങ്ങനെയാണ്. പോലീസിലേക്കുള്ള പരീക്ഷ, സാങ്കേതികമായ ഫിസിക്കൽ ടെസ്റ്റ് അയാൾ പരാജയപ്പെട്ടു. അതോടെ അയാൾക്ക് നൈരാശ്യമായി. ആ സമയത്താണ് ആ പെൺകുട്ടി അയാളുടെ പ്രവൃത്തികളിൽ മടുത്ത് ബന്ധത്തിൽ നിന്നും പിൻവലിഞ്ഞു തുടങ്ങിയത്. പെൺകുട്ടി പിൻവലിയുന്നതിനു പിന്നിൽ അവളുടെ വീട്ടുകാരാണ് എന്നയാൾ ഉറപ്പിച്ചു. അതിനിടെയാണ് മറ്റൊരു ബന്ധം ആ കുട്ടിക്ക് വരുന്നത്. ആ വിവാഹത്തിന് ആ പെൺകുട്ടി സമ്മതിക്കുകയും നിശ്ചയത്തിന് തീയതിയെടുക്കുകയും ചെയ്തു.
ആ കൊലപാതകം അതയാൾ ആലോചിച്ചുറപ്പിച്ചു തന്നെ ചെയ്തതാണ്. ആ വീട്ടിലെ മുഴുവൻ പേരെയും ഒരുമിച്ച് കൂട്ടി തീയിടാനായിരുന്നു പ്ലാൻ. അന്ന് വൈകുന്നേരം സംഭവം നടക്കുന്നതിനും 1.5 മണിക്കൂർ മുമ്പ് തന്നെ അയാൾ ആ കാറിൽ ആ വീടും പരിസരവും വീക്ഷിക്കാൻ എത്തിയിരുന്നു. CCTV ദൃശ്യങ്ങൾ അത് വെളിപ്പെടുത്തുന്നു. ആരൊക്കെ വീട്ടിലുണ്ടെന്നുറപ്പിക്കാൻ അയാൾ കറുത്ത പർദ്ദ ധരിച്ചുകൊണ്ട് അവിടെ ഏറെ നേരം നിന്നിരുന്നു. അയാൾക്ക് തെറ്റിയത് ഒരു കാര്യം മാത്രം, ലക്ഷ്യമിട്ട് വന്ന ആ പെൺകുട്ടി പക്ഷേ ആ കാലഘട്ടത്തിൽ അവിടെ ആ വീട്ടിലുണ്ടായിരുന്നില്ല. ബാങ്കിലെ ജോലി കിട്ടി മലബാർ മേഖലയിലായിരുന്നു ആ കുട്ടി. മകളുടെ വിവാഹമുറപ്പിച്ച പകയാണ് ആ കൊലപാതകത്തിന് കാരണമെന്ന് ഫെബിന്റെ അമ്മ ഡെയ്സി മൊഴി നൽകി. ജീവൻ നഷ്ടമായത് പഠനവും ഒരു ചെറിയ തൊഴിലും ഒരുമിച്ച് കൊണ്ടുപോയ വീടിനു താങ്ങാവേണ്ട ഒരു ചെറുപ്പക്കാരൻ. കൊലപാതകി പ്രണയപരാജയത്തിന്റെ ഇരയെന്ന അനുകമ്പ അവകാശപ്പെടുമ്പോൾ ജീവൻ നഷ്ടമായ ഫെബിനുള്ള നീതിയാണ് നിഷേധിക്കപ്പെട്ടത്. മിസ്പ്ലേസ്ഡ് വെഞ്ചൻസ്, ദിശ തെറ്റിയ പ്രതികാരം. പ്രണയം വെറുപ്പായി മാറിയപ്പോൾ ആ കുടുംബത്തിലെ ഏറ്റവും നിഷ്കളങ്കമായ കണ്ണി അറുത്തുമാറ്റപ്പെട്ടു. തീവണ്ടിക്ക് മുന്നിലെ ആത്മഹത്യ അത് ഭീരുത്വം എന്നതല്ല, മറിച്ച് അതൊരു കീഴടങ്ങലാണ്. ജീവിതത്തിലേക്ക് തിരികെ നടക്കാൻ കഴിയാത്തൊരു പാതയിലാണ് അയാൾ. ദ പോയിന്റ് ഓഫ് നോ റിട്ടേൺ. ചോര പുരണ്ട കൈകളുമായി ജീവിക്കുന്നതിനേക്കാൾ ഭേദം സ്വയം ഇല്ലാതാകലാണെന്ന തിരിച്ചറിവ്. അത് പക്ഷേ ഒരുതരം വികലമായ പ്രായശ്ചിത്തമാണ്. എ ഡിസ്റ്റോർട്ടഡ് അറ്റോൺമെന്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.